ഹായ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പോയം തന്നെ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അവർക്കാണ് ആദ്യം എക്സാം വരുന്നത്, ഇംഗ്ലീഷുകാർക്ക് ആദ്യത്തെ എക്സാം അവർക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഇവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത്. അവരുടെ പോർഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അവർക്ക് തന്നെ പഠിക്കാനുള്ളൊരു പോയമാണ്. ജോൺ മിൽട്ടൺ എഴുതിയ ലിസിഡസ്. അതാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യം ഏത് പോയമായാലും ആദ്യം നമ്മൾ കുറച്ച് ഓഥറിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ജോൺ മിൽട്ടനെ കുറിച്ചാണ്. അപ്പോൾ ജോൺ മിൽട്ടൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1608 to 1674 ആണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ലണ്ടനാണ്. അപ്പം നമ്മൾ ഷേക്സ്പിയറിനെ പഠിച്ച പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു പോയറ്റ് തന്നെയാണ് ജോൺ മിൽട്ടണും. ഒന്നുകിൽ ഷേക്സ്പിയറിനോളമോ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ സെക്കൻഡായിട്ടോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയറ്റ് തന്നെയാണ് ജോൺ മിൽട്ടണും. ജോൺ മിൽട്ടൺ ഒരു ഇംഗ്ലീഷ് പോയറ്റും ഒരു സിവിൽ സർവൻ്റായി വർക്ക് ചെയ്തിട്ടുള്ളയൊക്കെ ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേംബ്രിഡ്ജ് ക്രൈസ്റ്റ് കോളേജിൽ നിന്നാണ്. ആ ഒരു കോളേജ് പഠനകാലത്താണ് ഇദ്ദേഹം തൻ്റെ കുറേ വർക്ക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ആ ക്രൈസ്റ്റ് കോളേജ് പഠിക്കുമ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു നിക് നെയിം ഉണ്ടായിരുന്നു, ദ ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്നായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്ന നിക് നെയിം. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം കുറേ തൻ്റെ വർക്ക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വർക്ക്സ് ഉണ്ടെങ്കിലും ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓഡ് അപ്പോൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പോയമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നീട് അതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു മാസ്കിൻ്റെ സ്പെല്ലിങ് MASQUE അത്തരത്തിലൊരു മാസ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കോമസ് എന്ന് പറഞ്ഞിട്ട് പേരിൽ. മാസ്ക് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ എന്തുവാണെന്ന് മനസ്സിലാക്കണം. അതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഡാൻസേഴ്സും ആക്ടേഴ്സും ഒക്കെ മാസ്ക് ധരിച്ച് പെർഫോം ചെയ്യുന്ന ഒരു ഇതാണ് മാസ്ക് എന്ന് പറയുന്നത്. അത്തരത്തിൽ കോമസ് എന്ന പേരിൽ അദ്ദേഹം ഒരു മാസ്കും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അദ്ദേഹം ഒരു ഹോർട്ടൺ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏകദേശം ഒരു 6 വർഷത്തോളമുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള മിക്ക വർക്ക്സും പബ്ലിഷ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള ലിസിഡാസ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നതും. ഇതേ ഹോർട്ടണിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം ലാറ്റിൻ, ഗ്രീക്ക്, ഇറ്റാലിയൻ എന്നീ ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്നതും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാവുന്ന ഒരു ഇയറാണ് 1651 എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പൂർണ്ണമായും ബ്ലൈൻഡ് ആയി പോകുന്നത് ആ ഇയറിലാണ്. ബ്ലൈൻഡ് പോയറ്റാണ് ആര്, ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ 1651 അദ്ദേഹം പൂർണ്ണമായും ബ്ലൈൻഡ് ആയി പോകുന്നത്. എന്നാൽ അതിനുശേഷമാണ് ജോൺ മിൽട്ടൺ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ വർക്ക്സായ പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗൈൻഡും എല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുന്നത് ഈ ബ്ലൈൻഡ് ആയതിനു ശേഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പോയിറ്റിനെ കുറിച്ചിട്ട്. അത്യാവശ്യം ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പോയം ലിസിഡാസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു പോയമാണ്. ഏകദേശം 193ഓളം ലൈൻസ് ഇതിലുണ്ട്. അതൊരു പാസ്റ്ററൽ എലിജിയാണ്. ഇതിൻ്റെ പേര് പാസ്റ്ററൽ എലിജി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എലിജി എന്തുവാണെന്നും അപ്പോൾ അറിയണം, പാസ്റ്ററൽ എലിജി എന്തുവാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് 1637 ആണ്. പിന്നീട് ഇത് റീപബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം എൻ്റെ പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം പോയത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എലിജിയും പാസ്റ്ററൽ എലിജിയും മനസ്സിലാക്കിയിരിക്കണം. എലിജി എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ വിലാപകാവ്യം എന്നാണ് എലിജിയുടെ അർത്ഥം. ഒരാളുടെ വിയോഗത്തിൽ നമ്മൾ എഴുതുന്ന പോയം, അതാണ് എലിജി എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് എലിജിയായ പാസ്റ്ററൽ എലിജിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ലിസിഡാസ് എന്ന് പറയുന്നത്. ഇനി എലിജിയും പാസ്റ്ററൽ എലിജിയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണെന്ന് അറിഞ്ഞിരിക്കണം. പാസ്റ്ററൽ എലിജിയുടെ പ്രത്യേകത എന്തുവാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ വിയോഗം സംഭവിച്ച വ്യക്തിയും ഈ മോൺ ചെയ്യുന്ന ലാമൻറ്റ് ചെയ്യുന്ന വ്യക്തിയും എന്തായിരിക്കും, ഷെഫേർഡ്സ് ആയിരിക്കും. ഷെഫേർഡ്സ് എന്ന് പറയുമ്പോഴത്തേന് ആട്ടിടയന്മാരായിരിക്കും. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അതൊരു ലോഫ്റ്റി ഇൻവൊക്കേഷൻ ടു ദി മ്യൂസസ്. അതായത് തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടോ പറയുന്ന ഒരു പാർട്ട്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും പാസ്റ്ററൽ എലിജിയിൽ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത്, ഒരു പാസ്റ്ററൽ എലിജിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രൊസഷൻ ഓഫ് മോണേഴ്സ്. അതായത് ഇത്തരത്തിൽ ലാമൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അതിൽ കാണും, ഇത് കാണും. അതിനുശേഷം എന്ന് വെച്ചാൽ
ഈ പൊയറ്റിൻ്റെ വിയോഗത്തിലെ ദുഃഖം സൂചിപ്പിക്കുന്നതിലൂടെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അന്നത്തെ ആ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് കൂടെ ഇതിൽ മെൻഷൻ ചെയ്തു. അതായത് ഡൈവേർഷൻ സംഭവിക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൽ നിന്നും ചെറുതായിട്ടൊരു ഡൈവേർട്ട് ചെയ്ത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന സൊസൈറ്റിയിലെ ഒരു ഇഷ്യൂവിനെ കൂടെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഒരു പോയിന്റ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂഡ് ചേഞ്ച് അല്ലെങ്കിൽ ടോണിൽ ചേഞ്ച് ഉണ്ടാകുന്നു, സഡൻ ചേഞ്ച് ഉണ്ടാകുന്നു അവസാന ഘട്ടത്തിൽ. അതായത് ഇത്രയും നേരം നമ്മൾ ഒരാളുടെ ഡെത്തിൽ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ മൂഡ് അല്ലെങ്കിൽ ആ ടോൺ മാറിയിട്ട് എന്തിലേക്ക് മാറും? സന്തോഷത്തിലേക്ക് മാറുകയാണ്. ഒരു വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ആൾ പെട്ടെന്ന് എങ്ങനെ സന്തോഷത്തിലേക്ക് കടക്കുമെന്ന് ചോദിച്ചാൽ, ആ ഫ്രണ്ടിനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അവസാനം വരുമ്പോഴത്തേനും അവർ റിയലൈസ് ചെയ്യും ഡെത്ത് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും എൻഡ് അല്ല, അത് മറ്റൊരു ലൈഫിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അവർ ആ ദുഃഖത്തെ സന്തോഷത്തിലേക്ക് മാറ്റും. ഇത്തരത്തിലൊരു ടോൺ ചേഞ്ച് കൂടെ ഈ പാസ്റ്ററൽ എലിജിയിൽ കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ വന്നാൽ മാത്രമേ അതൊരു എന്താകത്തുള്ളൂ? പാസ്റ്ററൽ എലിജി ആകത്തുള്ളൂ. ഇതാണ് എലിജിയും പാസ്റ്ററൽ എലിജിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ പോയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജോൺ മിൽട്ടൺ ഇത്തരത്തിലൊരു പോയം എഴുതി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്. അദ്ദേഹത്തിൻ്റെ കേംബ്രിഡ്ജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോളേജ് മേറ്റായ എഡ്വേർഡ് കിങ് എന്ന് പറയുന്ന തൻ്റെ ഫ്രണ്ട് ഒരു ഷിപ്പ്‌റെക്കിൽ പെട്ടിട്ട് മരിച്ചു പോകുന്നുണ്ട്. ആ മരണത്തിൽ വിലപിച്ചുകൊണ്ടാണ് ജോൺ മിൽട്ടൺ ഇത്തരത്തിലൊരു പോയം ലിസിഡാസ് എന്ന പേരിൽ എഴുതുന്നത്. ഇവിടെ ലിസിഡാസ് എന്ന് പറയുന്നതും ആരെ തന്നെയാണ്? എഡ്വേർഡ് കിങ്ങിനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാസ്റ്ററൽ നെയിമാണ് ലിസിഡാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പാസ്റ്ററൽ എലിജി ആണ് എന്നുണ്ടെങ്കിൽ ഷെഫേർഡ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. അഡ്രസ്സ് ചെയ്യുന്ന ആളും ഈ സ്പീക്കറും എല്ലാം തന്നെ എന്തായിരിക്കും? ഷെഫേർഡ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ എഡ്വേർഡ് കിങ്ങിൻ്റെ പാസ്റ്ററൽ നെയിമാണ്, ഷെഫേർഡായിട്ടുള്ള നെയിമാണ് ലിസിഡാസ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഷെഫേർഡ്സുമാണ്, അതിനോടൊപ്പം പോയറ്റ്സുമാണ്. അപ്പോൾ തൻ്റെ ഷെഫേർഡ് ഫ്രണ്ടിൻ്റെ, അതായത് ആരെ ഉദ്ദേശിക്കുന്നത്? കേംബ്രിഡ്ജിലെ ഫ്രണ്ടായ എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിൽ വേദനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പോയം എഴുതുന്നത്. അപ്പോൾ ഇത് കുറച്ച് പാർട്ടായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കണമെന്നുണ്ട്. കാരണം അത്യാവശ്യം ലെന്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് പാർട്ടായിട്ട് തിരിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് താൻ ഇത്തരത്തിലൊരു പോയം എഴുതി എന്ന് പറയുകയാണ്. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ എഡ്വേർഡ് കിങ് അല്ലെങ്കിൽ ലിസിഡാസ് മരിച്ചു പോകുന്നത് മൂലം ഈ നമ്മുടെ ജോൺ മിൽട്ടൺ ഭയങ്കരമായ നിരാശയിലായി പോകുന്നുണ്ട്. ആ നിരാശയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തനിക്ക് ഇത്തരത്തിലൊരു പോയം എഴുതുന്നത് വഴി ആ നിരാശയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ, അതിന് അദ്ദേഹത്തിന് ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസ് എല്ലാം തന്നെ അദ്ദേഹത്തിന് അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു പോയം എഴുതാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലൊരു പോയം കമ്പോസ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും തനിക്കില്ല എങ്കിൽ പോലും തനിക്ക് ഈ ഒരു നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പോയം എഴുതാൻ പോവുകയാണ്, താൻ അതിന് നിർബന്ധിതനാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതുന്നത്. പക്ഷേ ഈ പോയം വായിക്കുമ്പോഴൊന്നും തോന്നത്തില്ല അദ്ദേഹത്തിന് അത്രയും എബിലിറ്റി ഇല്ലാതിരുന്ന കാലത്ത് എഴുതപ്പെട്ട ഒരു പോയമാണ് എന്നൊന്നും ഇത് വായിക്കുമ്പോൾ തോന്നുകയില്ല. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇൻവൊക്കേഷൻ ടു ദി മ്യൂസസ് എന്ന്, അതായത് ദേവതമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അവരോട് ആവശ്യപ്പെടുകയാണ് ഈ ദേവതമാർ തങ്ങളുടെ മ്യൂസിക് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തൻ്റെ ഈ സോങ്ങും പാടാം എന്നുള്ള രീതിയിൽ, അപ്പോൾ തനിക്ക് ഈ പോയം എഴുതാനുള്ള ഒരു എബിലിറ്റി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവരോട് അഭ്യർത്ഥന അല്ലെങ്കിൽ അവരെ സ്തുതിച്ചുകൊണ്ടാണ് ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് താൻ ഈ പോയം എഴുതാൻ നിർബന്ധിതനായെന്നും അതിന് വേണ്ടിയിട്ട് മ്യൂസസിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളൊരു തുടക്കം, ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ ഫ്രണ്ടുമായിട്ട് താൻ ചെലവഴിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഓർത്തെടുക്കുന്നത്. അത് ഇൻഡയറക്റ്റായിട്ട് പറയുമ്പോൾ കേംബ്രിഡ്ജിൽ എഡ്വേർഡ് കിങ്ങും നമ്മുടെ പോയിറ്റ് ജോൺ മിൽട്ടണും കൂടി ചെലവഴിച്ച നിമിഷങ്ങളാണെങ്കിലും ഇവിടെ അത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്ത് പറയുന്നത്? ഷെഫേർഡ്സ് ആയതുകൊണ്ട്, പോയിറ്റ്സ് ആണ് എന്നാലും ഷെഫേർഡ്സ് ആയതുകൊണ്ട് തന്നെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് അവർ ഈ നേച്ചറുമായിട്ട് ചെലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ച് അവിടെ റീകോൾ ചെയ്യുന്നുണ്ട് ജോൺ മിൽട്ടൺ. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇത്രയും നേരം പറഞ്ഞു ഫസ്റ്റ് പാർട്ടിൽ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ വന്നിട്ട് തൻ്റെ ഫ്രണ്ടിനെ ഓർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം വീണ്ടും തിരിച്ചറിയാണ് തൻ്റെ ഫ്രണ്ട് ഇന്ന് തൻ്റെ കൂടെ ഇല്ല, മരണപ്പെട്ടു എന്ന്. അത് തിരിച്ചറിയുമ്പോഴത്തേനും അദ്ദേഹത്തിന് എന്തോ നഷ്ടമായ പോലൊരു ഫീലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുകയാണ് അത്തരത്തിലൊരു അൺടൈംലി ഡെത്ത് തൻ്റെ ഫ്രണ്ടിന് സംഭവിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ പൊയറ്റിക് കരിയറിൽ അവന് ഫുൾഫില്ല് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം ഇവിടെ സങ്കടപ്പെടുന്നുണ്ട്. ഇതാണ് അടുത്ത സെക്ഷൻ. കൊച്ചു സെക്ഷനായിട്ട് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇതാണ് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. തൻ്റെ ഫ്രണ്ടിൻ്റെ കരിയർ സക്സസ്ഫുള്ളി മുന്നോട്ട് പോയില്ല, അതിനുള്ള കാരണം അവൻ്റെ അൺടൈംലി ഡെത്ത് ആണല്ലോ എന്നോർത്ത് ഇന്ന് അവൻ തന്നോടൊപ്പം ഇല്ല എന്നുള്ള അവൻ്റെ വിയോഗത്തിൽ വിഷമവും ഒക്കെ അപ്പോൾ ആ ഒരു പാർട്ടിൽ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നുണ്ട്.
അടുത്ത പാർട്ടിലേക്ക് വരുമ്പോഴത്തേനും അദ്ദേഹം നിംസ് എന്ന് പറയുമ്പോഴത്തേന് ജലദേവതയെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ തൻ്റെ ഫ്രണ്ട് എഡ്വേർഡ് കിങ് അല്ലെങ്കിൽ ലിസിഡാസ് ഷിപ്രക്കിലാണല്ലോ മരിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ തൻ്റെ ഫ്രണ്ട് ഡ്രൗൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിംഫ് അല്ലെങ്കിൽ ജലദേവത തൻ്റെ ഫ്രണ്ടിനെ രക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ അത് അദ്ദേഹം തിരുത്തുന്നുണ്ട്. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാരണം അവിടെ അദ്ദേഹം ഒരു ഗ്രീക്ക് മിത്തോളജി അവിടെ കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരു മിത്തോളജിയിൽ പറയുന്ന ഒരു കഥയാണ് ഓർഫിയസ് എന്ന് പറയുന്നത് പൊയറ്റിക് ജീനിയസ് ആയിരുന്നു ആ കാലഘട്ടം. അപ്പോൾ അത്തരത്തിലൊരു പൊയറ്റിക് ജീനിയസിനെ പോലും പൊയട്രിയുടെ മ്യൂസിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം അവിടെ ഓർക്കുകയാണ്. അത് ഫേറ്റാണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഫേറ്റാണ്. പൊയറ്റിക് ജീനിയസ് ആണെങ്കിൽ കൂടിയും അവരെ രക്ഷപ്പെടുത്താൻ ഒരു ഗോഡസിന് പോലും കഴിയാത്തൊരവസ്ഥ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഫേറ്റാണ്. അവിടെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം തൊട്ടടുത്ത നിമിഷം തന്നെ തിരിച്ചറിയുന്നുണ്ട്. അടുത്ത സെക്ഷനിൽ കാണിക്കുന്നത് ജോൺ മിൽട്ടന്റെ ഫിയറിനെ കുറിച്ചാണ്. അദ്ദേഹം പേടിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ തങ്ങളെ പോലുള്ള താനും അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പൊയറ്റ്സ് എല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്, അവരുടെ പൊയറ്റിക് കരിയറിൽ ഒരു ഫെയിം നേടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പൊയറ്റിന്റെ ഫിയർ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ കഷ്ടപ്പെട്ടൊരു ഫെയിം നേടിയെടുത്തതിന് ശേഷം തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിൽ തൻ്റെ ഫ്രണ്ടിനെ നേരിടേണ്ടി വന്ന തരത്തിലുള്ളൊരു ട്രാജിക് ഡെത്ത് ആണെങ്കിൽ എന്തിനാണ് തങ്ങൾ ഇത്ര ഫെയിം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. ഇതാണ് ആ പാർട്ടിൽ പറയുന്നത്. അടുത്ത സെക്ഷൻ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാമന്റ് ഓഫ് നേച്ചർ, അതായത് ഈ തൻ്റെ ഫ്രണ്ടിന്റെ വിയോഗത്തിൽ നേച്ചറിലുള്ള എല്ലാവരും ദുഃഖിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡിന്റെയും സിയുടെയും ഒക്കെ ഗോഡ്സിനെ ഗോഡ്സിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും തന്നെ പറയുന്നു ഇത്തരത്തിലൊരു ഷിപ്രക്കിന് കാരണം തങ്ങളാരും തന്നെയല്ല, ഒരു എക്ലിപ്സിൻ്റെ ടൈമിൽ നിർമ്മിക്കപ്പെട്ട ആ ഒരു ഷിപ്പിൻ്റെ ശാപത്താലാണ് തൻ്റെ ഫ്രണ്ട് എഡ്വേർഡ് കിങ് മരിച്ചു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. നേച്ചറിലുള്ള മറ്റൊന്നുമല്ല തങ്ങളുടെ ഫ്രണ്ടിൻ്റെ വിയോഗത്തിന് കാരണം ഇത്തരത്തിലൊരു ശാപമായതുകൊണ്ടാണ് തനിക്കത് നേരിടേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം കുറ്റം നേച്ചറിൻ്റേതല്ല എന്നവർ വാദിക്കും. അടുത്ത സെക്ഷനിലായിട്ടാണ് മിൽട്ടൺ പ്രൊസഷൻ ഓഫ് മോണേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് മോണേഴ്സിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിൽ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മോണേഴ്സ്, ഈ മോണേഴ്സ് എന്ന് പറയുന്നതിൽ ആരൊക്കെ വരും, ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ക്യാമസും സെൻറ്റ് പീറ്ററുമാണ് ഇവിടെ മെയിനായിട്ട് എടുത്തു പറയേണ്ട രണ്ട് പേരെന്ന് പറയുന്നത്. ക്യാമസ് എന്ന് പറയുന്നത് കേംബ്രിഡ്ജിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നതും സെൻറ്റ് പീറ്റർ എന്ന് പറയുന്നത് പുരോഹിതന്മാരെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നതുമാണ്. എന്തുകൊണ്ട് സെൻറ്റ് പീറ്റർ പുരോഹിതന്മാരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു വ്യക്തി വന്നു എന്ന് ചോദിച്ചാൽ, ഈ മരിച്ച എഡ്വേർഡ് കിങ് എന്ന് പറയുന്നത് പുരോഹിതനാകാനായിട്ട് പോകുന്ന യാത്രയിലാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് പീറ്റർ എന്ന് പറയുന്ന പുരോഹിതനെ, സെൻറ്റ് പീറ്റർ എന്ന് പറയുമ്പോൾ ബൈബിളിലെ ആദ്യത്തെ പുരോഹിതനാണ്, അദ്ദേഹത്തിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം അപ്പം നിലനിന്നിരുന്ന പുരോഹിതന്മാരിൽ തന്നെ നല്ലതും ചീത്തയും ഉണ്ട്. അതിൽ ചീത്തയായ പുരോഹിതന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സെൻറ്റ് പീറ്റർ കടന്നു വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അന്ന് നിലനിന്നിരുന്ന ആ ഒരു ആംഗ്ലിക്കൻ ചർച്ചിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പുരോഹിതന്മാരെ കുറ്റപ്പെടുത്തുന്നത്. അതിനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരത്തിൽ ചീത്തയായ പുരോഹിതന്മാർ മരിച്ചു പോയിരുന്നെങ്കിലും എനിക്ക് ഇത്രത്തോളം സങ്കടം വരില്ലായിരുന്നു, പകരം നീയാണല്ലോ മരിച്ചു പോയത് എന്ന് അദ്ദേഹം തൻ്റെ ദുഃഖം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് ആ സെക്ഷനിൽ വരുന്നത്. സെക്ഷനിലേക്ക് അദ്ദേഹം വീണ്ടും തൻ്റെ ഫ്രണ്ടിനെ ഓർക്കുകയാണ്. നേച്ചറിലുള്ള എല്ലാവരും തന്നെ തൻ്റെ ഫ്രണ്ടിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്നു എന്ന് കാണിക്കുന്നതിനായിട്ട് അദ്ദേഹം ഓർക്കുകയാണ്. ഈ നേച്ചറിലുള്ള ഫ്ലവേഴ്സും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് ഈ മരണപ്പെട്ട വ്യക്തിക്ക് പുഷ്പാഭിഷേകം നടത്തുമെന്ന് ഒക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചറിയുന്ന മറ്റൊരു സത്യമാണ്, ഇദ്ദേഹം മരണപ്പെട്ടു എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബോഡി തിരിച്ചു ലഭിക്കുന്നില്ല. അപ്പം അദ്ദേഹം വീണ്ടും താൻ ചിന്തിച്ചത് തെറ്റാണ്, ഒരിക്കലും അത് സാധിക്കില്ലല്ലോ എന്നും തിരിച്ചറിയുന്നു. നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പോയിന്റിൻ്റെ മൂഡ് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും നേരവും ദുഃഖത്തിലായിരുന്ന അദ്ദേഹം ഒരു ജോയ്ഫുൾ ആയിട്ടുള്ളൊരു മൂഡിലേക്ക് മാറുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ വെച്ച് തിരിച്ചറിയുകയാണ്, ഡെത്ത് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും എൻഡല്ല, അത് ഒരുപക്ഷെ മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമായിരിക്കാമെന്ന്. അപ്പോൾ തൻ്റെ ഫ്രണ്ട് എഡ്വേർഡ് കിങ്ങിന് ഇപ്പോൾ ഹെവനിൽ പുതിയൊരു ലൈഫ് സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കാമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. ഇതൊക്കെ പ്രതീക്ഷകളാണ്. അദ്ദേഹം അങ്ങനെ ഇമാജിൻ ചെയ്ത് സന്തോഷം കണ്ടെത്തുകയാണ്. അപ്പം ഒരുപക്ഷെ അദ്ദേഹം ഒരു ഡേറ്റ് ചെയ്യാൻ മാറിയിരിക്കാം. അതുപോലെ വാണ്ടറിങ് ട്രാവലേഴ്സിന് വേണ്ടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഡേറ്റിയായി ഒരുപക്ഷെ ഹെവനിൽ എഡ്വേർഡ് കിങ് മാറിയേക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഈ തന്നെ എർത്തിൽ എഡ്വേർഡ് കിങ്ങിനെ ദുഃഖപ്പെടുത്തിയ എല്ലാ മ്യൂസസും ഒരുപക്ഷെ ഹെവനിൽ അദ്ദേഹത്തിനെ സന്തോഷത്തിലാക്കിയിരിക്കാം എന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് സ്വയമേ അദ്ദേഹം ആശ്വസിച്ചുകൊണ്ട് തൻ്റെ ഗോഡിലുള്ള ഫെയ്ത്തിന്മേൽ ആ ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ പോയം.
അപ്പോൾ ഈ പോയം ഏകദേശം 193 ലൈൻസോളം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് സമ്മറി ആയിപ്പോൾ അത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് വെറും ഷോർട്ടാക്കി, മാക്സിമം ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. പോയിന്റ് വെച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിസിഡാസ് എന്ന് പറയുന്നത് ജോൺ മിൽട്ടൺ എഴുതിയ ഒരു പോയമാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1637 ഏകദേശം 193 ലൈൻസ് ഇതിലുണ്ട്. ഇത് സെക്ഷൻ വൈസായിട്ട് തിരിച്ചു പഠിക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത് എന്താണ്, അദ്ദേഹം എന്തുകൊണ്ട് ഈ പോയം എഴുതി, അതിനുള്ള സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. തൻ്റെ ഫ്രണ്ട് എഡ്വേർഡ് കിങ്ങിനെ തന്നെയാണ് ഇവിടെ ലിസിഡസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഷിപ്പ്റെക്കിൽ മരിച്ചത് കൊണ്ട് ആ മരണത്തിൽ തൻ്റെ ദുഃഖം മറക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു പോയം എഴുതുകയാണ് ഉണ്ടായത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മ്യൂസസിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തതിൽ വരുമ്പോഴത്തേനും പോയിട്ട് തൻ്റെ ഫ്രണ്ടുമായിട്ട് ചെലവഴിച്ച നിമിഷങ്ങൾ ആലോചിക്കുകയാണ്. അത് രണ്ടാമത്തെ സെക്ഷൻ. മൂന്നാമത്തെ സെക്ഷനിൽ വരുമ്പോഴത്തേനും തൻ്റെ ഫ്രണ്ട് ഇന്ന് തന്നോടൊപ്പം ഇല്ല എന്ന് റിയലൈസ് ചെയ്യുമ്പോൾ വീണ്ടും അദ്ദേഹം കേംബ്രിഡ്ജും അല്ലെങ്കിൽ ഈ നേച്ചറും എല്ലാം തന്നെ തൻ്റെ ഫ്രണ്ടിനെ മിസ് ചെയ്യും, താൻ ഉൾപ്പെടെ എല്ലാവരും മിസ് ചെയ്യും എന്നുള്ള തിരിച്ചറിവ്, തന്നോടൊപ്പം ഇല്ല ഫ്രണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നതാണ് മൂന്നാമത്തെ സെക്ഷൻ. ഇനി നാലാമത്തെ സെക്ഷൻ വരുമ്പോഴത്തേനും അദ്ദേഹം നിംഫിനെ അല്ലെങ്കിൽ ഗോഡസസിനെയൊക്കെ എന്ത് ചെയ്യാണ്, കുറ്റപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, തൻ്റെ ഫ്രണ്ട് ഇതുപോലെ ഡ്രൗൺ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ജലദേവത അവനെ രക്ഷിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹം മോർഫിയസിൻ്റെ കഥ ആലോചിച്ചിട്ട് താൻ പറഞ്ഞതിൽ കാര്യമില്ല എന്ന് തിരിച്ചറിയുന്നു. ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത് ഫേറ്റാണ്, തിരുത്താൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാകുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫിയറാണ് അവിടെ കാണിക്കുന്നത്. തന്നെ പോലുള്ള അല്ലെങ്കിൽ താൻ ഉൾപ്പെടെയുള്ള പോയറ്റ്സ് എല്ലാം വിചാരിക്കുന്നത് തൻ്റെ പൊയറ്റിക് കരിയറിൽ ഒരു ഫെയിം നേടിയെടുക്കാനാണ്. പക്ഷേ തങ്ങളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ട്രാജിക് ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് തങ്ങൾ ഇങ്ങനെ ഫെയിം നേടിയെടുക്കണം എന്നുള്ള ചിന്തയാണ് അടുത്ത സെക്ഷനിൽ കാണിക്കുന്നത്. പിന്നീട് നേച്ചറിൻ്റെ ലാമെന്റേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡിൻ്റെയും സിയുടെയൊക്കെ ഗോഡ്സിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും തന്നെ പറയുന്നുണ്ട് തെറ്റ് തങ്ങളുടേതല്ല, അന്നേരം ഒരു സ്റ്റോമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ആ ഷിപ്പ്റെക്ക് സംഭവിക്കുന്ന സമയത്ത്. അപ്പോൾ കാരണം എന്താണ്, ഒരു എക്ലിപ്സിൻ്റെ സമയത്ത് നിർമ്മിക്കപ്പെട്ട ആ ഷിപ്പിന് നേരിടേണ്ടി വന്ന ശാപം മൂലമായിരിക്കാം തൻ്റെ ഫ്രണ്ട് മരണപ്പെട്ടത് എന്ന് എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിനെ കുറിച്ച് ഇവർ ജോൺ മിൽട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത സെക്ഷനിൽ നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് ഡൈവേർഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് പാസ്റ്ററൽ എൽജിയിൽ. ആ ഡൈവേർഷനാണ് ഇവിടെ കാണിക്കുന്നത്. ആരുടെ കടന്നുവരവ്, സെൻറ്റ് പീറ്ററിൻ്റെയും ക്യാമസിൻ്റെയും ഒക്കെ കടന്നുവരവ് എന്ന് പറയുന്നത്. സെൻറ്റ് പീറ്റർ എന്ന് പറയുന്നത് ബൈബിളിലെ ആദ്യത്തെ പുരോഹിതരാണ്. അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു പുരോഹിതന്മാരുടെ കൂട്ടത്തെയാണ്. എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ എഡ്വേർഡ് കിങ് പുരോഹിതനാകുന്നതിന് വേണ്ടിയിട്ട് പോയ യാത്രയിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്ന് പറയുകയാണ്, ചീത്തയായ പുരോഹിതന്മാർ മരിച്ചിരുന്നെങ്കിൽ താൻ ഇത്രത്തോളം വിഷമിക്കില്ലായിരുന്നു, പക്ഷേ മരിച്ചത് പകരം നീ ആണല്ലോ എന്ന് തൻ്റെ ദുഃഖം അവിടെ അറിയിപ്പിക്കുന്നു. അതാണ് ആ സെക്ഷൻ. പിന്നീട് അദ്ദേഹം പറയുന്നത് തൻ്റെ ഫ്രണ്ടിന് നേച്ചറിൽ എല്ലാവരും ആ ഒരു ദുഃഖത്തിൽ വിഷമിക്കുന്നത് കൊണ്ട് പുഷ്പങ്ങളൊക്കെ അദ്ദേഹത്തിന്മേൽ വർഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത നിമിഷം വേറൊരു സത്യം തിരിച്ചറിയുന്നുണ്ട്. എന്താണ്, തൻ്റെ ഫ്രണ്ടിൻ്റെ ബോഡി ഇതുവരെയും തിരിച്ച് കിട്ടിയിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള സത്യമാണെന്നുണ്ടെങ്കിലും ബോഡി തിരികെ കിട്ടിയിട്ടില്ല. അപ്പോൾ താൻ അങ്ങനെ വിചാരിച്ചതും നടക്കുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. പിന്നീട് വരുന്ന ലാസ്റ്റ് സെക്ഷനാണ് തൻ്റെ മൂഡ് മാറുകയാണ്. ഇത്രയും നമ്മുടെ പോയം നിന്നിരുന്ന ആ ടോണിൽ നിന്നും സഡൻ ചേഞ്ച് സംഭവിച്ച് എങ്ങോട്ടേക്ക് മാറുകയാണ്, സോറോ ആയിരുന്നു, അത് പെട്ടെന്ന് ജോയിലേക്ക് മാറുകയാണ്. കാരണം അവിടെ എന്താണ് തിരിച്ചറിവുണ്ടാകുന്നത്, ഡെത്ത് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും എൻഡ് അല്ല, അത് പുതിയൊരു ലൈഫിൻ്റെ തുടക്കമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് തൻ്റെ ദുഃഖങ്ങളെല്ലാം മാറി തൻ്റെ ഫ്രണ്ട് ഹെവനിൽ സന്തോഷപൂർവ്വം അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന പ്രതീക്ഷയോടാണ് അദ്ദേഹം തൻ്റെ പോയം നിർത്തുന്നത്. അപ്പം അത്യാവശ്യം ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് കേട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തോണം, ലൈൻ ബൈ ലൈനൊക്കെ മനസ്സിലാക്കിക്കോണം. എന്നാലും ഇത്തരത്തിലൊരു ഷോർട്ട് സമ്മറി കൂടെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് ഗുണമായിരിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.